നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി എൻട്രോപ്പിയുടെ കാര്യം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ കണ്ടെന്താ വെച്ചാൽ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് ഫ്യൂ ഫിസിക്കൽ പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ട വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ 3 പ്രോസസ് ദാറ്റ് വി നോ. ഏതൊക്കെ നമുക്കറിയാം? ഐസോകോറിക് പ്രോസസ് നമുക്കറിയാം, ഐസോബാറിക് നമുക്കറിയാം, അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ് നമുക്കറിയാം. ഓക്കെ, സോ ലെറ്റ് us ഡു ദിസ് വൺ ബൈ വൺ. അപ്പോൾ ആദ്യത്തെ ഐസോകോറിക് പ്രോസസ്സിൻ്റെ കാര്യമാണ് ഏറ്റവും അധികം കണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർ ആൻ ഐസോകോറിക് പ്രോസസ് ദ വോളിയം ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ സോ ഡെൽറ്റ വി ദാറ്റ്സ് എ ചേഞ്ച് ഇൻ വോളിയം ഇസ് 0. ഇനി നമ്മൾ പറയണത് എന്താ വെച്ചാൽ വോളിയം കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. സോ ലെറ്റ് us say that the change of temperature is dt. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ the heat change, the amount of heat energy exchange is CV into dt. ഇത് നമ്മൾ നമ്മുടെ മേഴ്സ് റിലേഷൻ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. അത് സംശയം ഉണ്ടെങ്കിൽ അത് ആ ഭാഗം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, സോ എനിവേ ദ ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ ക്യൂ ഈസ് CV into dt. അപ്പോൾ അങ്ങനെ നമ്മൾ രാജ്യത്തെ എൻട്രോപ്പി ഈസ് വി നോ ഇറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ടി അല്ലേ. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡി എസ് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ടി. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡെൽറ്റ ക്യൂവിനായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ഇവിടെ നമ്മൾ തന്നെയാണ് ചെയ്തേക്കുന്നത്, ഡെൽറ്റ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So ds, the change in entropy ds is delta q by t. Delta q now it is substituting as cv dt divided by t. Okay, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഐസോകോറിക് പ്രോസസ്സിൽ T1 ആയിരുന്നു ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, ഫൈനൽ ടെമ്പറേച്ചർ T2 ആണ്. സോ ദ ടെമ്പറേച്ചർ ഹാസ് ചേഞ്ച് ഫ്രം T1 to T2 വിത്ത് എ ചേഞ്ച് dt. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് T1 plus dt is T2. ഓക്കെ, സോ ദ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ എൻറ്റയർ പ്രോസസ് ഇൻറ്റഗ്രേഷൻ അല്ലേ. ഇൻറ്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മൊത്തം എൻട്രോപ്പി ചേഞ്ച് കിട്ടുക. സോ ഇറ്റ് ഇസ് ഇൻറ്റഗ്രൽ ഡി എസ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു സി വി ഡി ടി ബൈ ടി എന്നുള്ള ടേമിനെ നമ്മൾ T1 മുതൽ T2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് വി നോ ദാറ്റ് സി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സി വി പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റഗ്രൻ്റ് എന്താ വരിക? ഡി ടി ബൈ ടി. ആൻഡ് വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ലോഗ് ഓഫ് ടി അല്ലേ. ഇത് എൽ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഇസ് ലോഗ് ടു ദ ബേസ് ഇ ഓഫ് ടി ടു ദ ലിമിറ്റ് T1 to T2. അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ സി വി ഇൻറ്റു ലോഗ് T2 മൈനസ് ലോഗ് T1 ആണ് വരിക. വി നോ ദാറ്റ് ലോഗ് സി മൈനസ് ലോഗ് ഡി ഇസ് ലോഗ് സി ബൈ ഡി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സി വി ഇൻറ്റു ലോഗ് T2 ബൈ T1. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇനി നമ്മൾ നമ്മുടെ ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ എന്താ ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ സ്റ്റേറ്റ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് പി ബൈ ടി ഇസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വി നോ ദാറ്റ് പി ഇസ് പ്രൊപ്പോർഷണൽ ടു ടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പി ബൈ ടി ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് P1 ബൈ T1 ഈക്വൽ ടു P2 ബൈ T2 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ P1 ബൈ P2 ഈസ് T1 ബൈ T2. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഇവിടെ നമ്മൾ T2 ബൈ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. നോക്കിയാൽ T2 ബൈ T1 നമ്മൾ പകരം എന്ത് എഴുതാം? വി ക്യാൻ സേ ഇറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത് സി വി ലോഗ് T2 ബൈ T1 ഈസ് ഈക്വൽ ടു സി വി ലോഗ് P2 ബൈ P1 അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പത്തെ P1 ബൈ P2 ഈക്വൽ ടു T1 ബൈ T2 നിന്നും P2 ബൈ P1 is and T2 by T1 are the same. So this is the entropy change during an isocoric process. Okay, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഐസോബാറിക് പ്രോസസ്സാണ്. ഇത് നമ്മളിപ്പോൾ കണ്ട കാൽക്കുലേഷൻ വളരെ വളരെ സിമിലർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ എ ഐസോബാറിക് പ്രോസസ് ദ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്, സോ ഡെൽറ്റ പി ഈസ് 0. ഇവിടെ നമ്മൾ എന്ത് പറയുന്നു? ടെമ്പറേച്ചർ മാറുന്നുണ്ട്. ലെറ്റ് us say the change is dt. So again the change of heat energy delta q is Cp dt this time. Okay, Cv അല്ല, ഇവിടെ വോളിയം അല്ല, പ്രഷറിന് ചേഞ്ച് വരുന്ന കാരണം we have to take it as Cp into dt. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ the entropy change is delta q by t. അപ്പോൾ ഡെൽറ്റ ക്യൂവിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? we are putting it as Cp dt. Okay, Cp dt divided by t is the entropy change and the temperature changes by dt. അപ്പോൾ മുന്നേ ചെയ്തതുപോലെ തന്നെ T1 മുതൽ T2 വരെയാണ് ടെമ്പറേച്ചർ ചേഞ്ച് എങ്കിൽ ദ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് ദാറ്റ് ഈസ് Cp dt ഈസ് ഫ്രം T1 to T2. നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? Cp ലോഗ് ടു ദ ബേസ് ഇ ഓഫ് T2 ബൈ T1 എന്ന് കിട്ടും. ഇനിയാണ് ചേഞ്ച് വരിക. ചേഞ്ച് എന്താ? വി നോ ദാറ്റ് ദ ഇക്വേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ ഐസോബാറിക് പ്രോസസ് ഇസ് V ബൈ T ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ V ബൈ T കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2. അതിൽ നിന്നും V1 ബൈ V2ൻ്റെ റേഷ്യോ നമുക്ക് കിട്ടിയിട്ട് T1 ബൈ T2 അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇതിൽ നിന്ന് T2 ബൈ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V2 ബൈ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് ദ എൻട്രോപ്പി ചേഞ്ച് ടു ബി Cp ലോഗ് V2 ബൈ V1. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ്. And we know that for an isothermal process there is no change in temperature, so delta T or dt is a
കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി മാറില്ല. ബിക്കോസ് ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റേർണൽ എനർജി ഓൾസോ ഇസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂയിൽ ഡി യു 0 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യൂ, അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും എന്തായിട്ട് മാറുകയാണ്? വർക്കായിട്ട് മാറുകയാണ്. ഓക്കെ, സോ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ ക്യൂ ബൈ ടി ഈസ് ഡെൽറ്റ ഡബ്ല്യൂ ബൈ ടി അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയും വർക്ക് ഈസ് ഡെൽറ്റ ഡബ്ല്യൂ ഈസ് പി ഡി വി. അത് നമുക്ക് ഡെൽറ്റ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യൂ ഡി ഡബ്ല്യൂ എന്ന് എഴുതാൻ കാരണം ഇപ്പുറത്ത് പി ഡി വി വരുന്നതുകൊണ്ടാണ് ഡി ഡബ്ല്യൂ എന്ന് എഴുതാൻ കാരണം. ശരിക്കും ഡെൽറ്റ ഡബ്ല്യൂ ആണ്. സോ ദ സ്മോൾ വർക്ക് ഡൺ ഈസ് പി ഇൻറ്റു ഡി വി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി എസ് ഈസ് ഈക്വൽ ടു പി ഡി വി ഡിവൈഡഡ് ബൈ ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ യൂസിങ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി ഐസോതെർമൽ പ്രോസസ്. പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ്. സോ പി വി ഈസ് ഈക്വൽ ടു ആർ ടി, ദാറ്റ് ഇസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി ഐഡിയൽ ഗ്യാസ്. അപ്പോൾ പി നമ്മൾ എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു ആർ ടി ബൈ വി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എസ് എന്നുള്ള ഈ ഡി എസിൻ്റെ ഇക്വേഷൻ, ഡി എസ് എന്താ? പി ഡി വി ബൈ ടി അല്ലേ? ഇതിൽ പിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ആർ ടി ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടീം വെട്ടിപ്പോയിട്ട് ആർ ഇൻറ്റു ഡി വി ബൈ വി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വി ആർ ടേക്ക് ദി ടോട്ടൽ ചേഞ്ച് അല്ലേ? വാട്ട്സ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എൻ്റെ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയത് വേരിയബിൾ ഈസ് വി നൗ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ എന്ത് മാറിയാലേ പറ്റുള്ളൂ? വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ മാറിയാലേ പറ്റുള്ളൂ. അവിടെ വോളിയം ടെമ്പറേച്ചറും എന്തായാലും വോളിയം പ്രഷറും എന്തായാലും മാറും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് വി ആർ ടേക്കിംഗ് ഇൻ ടേംസ് ഓഫ് വി. സോ വി ആർ സെയിങ് ദാറ്റ് ദ വോളിയം ചേഞ്ചസ് ഫ്രം V1 to V2. അപ്പോൾ സോ ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ ഫ്രം V1 to V2. അപ്പോൾ നമുക്ക് എന്ത് ആർ ലോഗ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആർ ലോഗ് V2 ബൈ V1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ സ്റ്റേറ്റ്. ബിക്കോസ് പി വി ഈക്വൽ ടു ആർ ടി, ടിയും കൂടെ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ആറും ടിയും കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ പി വി കോൺസ്റ്റൻ്റ് ആയി മാറുമ്പോൾ P1 V1 ഈക്വൽ ടു P2 V2. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? V2 ബൈ V1 എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എഴുതിയെടുക്കുന്നു. ഇറ്റ് ഈസ് P1 ബൈ P2. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഈ എൻട്രോപ്പി ചേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആർ ലോഗ് P1 ബൈ P2 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആറിന് കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ബിക്കോസ് ഫ്രം മേഴ്സ് റിലേഷൻ വി ഹാവ് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അപ്പോൾ ആറിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സി പി മൈനസ് സി വി എന്ന് കൊടുക്കുന്നു. സോ ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു സി പി മൈനസ് സി വി ലോഗ് P1 ബൈ P2 നമുക്ക് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ മുമ്പത്തെ എക്സ്പ്രഷൻ മുഴുവനും സി പിയുടെയും സി വിയുടെയും ടേംസിൽ എഴുതിയിരുന്നു. അപ്പോൾ ഇത് നമ്മളങ്ങനെ തന്നെ എഴുതും. ഇനി നമ്മൾ പറയണം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് നോട്ട് കൺസിഡർ ദ അഡയബാറ്റിക് പ്രോസസ്. അതെന്തുകൊണ്ടാണ്? ആസ് ഡെൽറ്റ ക്യൂ ഈസ് 0 ഫോർ എൻ അഡയബാറ്റിക് പ്രോസസ് ദ എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ദർ ഇസ് നോ എൻട്രോപ്പി ചേഞ്ച്, ഡി എസ് ഇസ് 0. കാരണം അഡയബാറ്റിക് പ്രോസസ്സിൽ നോ ഹീറ്റ് ലീവ് ദ സിസ്റ്റം ഓർ എൻറ്റേഴ്സ് ദ സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജി. ഈ എൻട്രോപ്പി ഉള്ള കാരണം എന്ത് 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 കുറവാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഡെഫിഷ്യൻസി ദാറ്റ് വി ആർ ഗെറ്റിംഗ്. ഓക്കെ, എന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? വി ആർ ഗോയിങ് ടു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. സോ യു കൺസിഡർ എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ സോഴ്സ് അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് എ സിങ്ക് അറ്റ് ടെമ്പറേച്ചർ T0. ഓക്കെ, ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് 1 മൈനസ് T0 ബൈ നമ്മൾ T2 എന്നല്ല T0 എന്നാണ് നമ്മുടെ സിങ്കിൻ്റെ ടെമ്പറേച്ചർ എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് T0 ബൈ T1 അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് ഇഫ് ദ എനർജി അബ്സോർബ്ഡ് അറ്റ് T1 ഇസ് Q, ദെൻ ദ മാക്സിമം വർക്ക് അവൈലബിൾ ഫ്രം ദ എഞ്ചിൻ ഈസ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എഫിഷ്യൻസി ഇൻറ്റു ഇൻപുട്ട് എനർജി ഈസ് ദി വർക്ക്. നമ്മൾ ഇത്ര Q എമൗണ്ട് ഓഫ് വർക്ക് കൊടുക്കുക, Q ജൂൾസ് ഓഫ് വർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ Q മുഴുവനായിട്ട് എന്തായി മാറില്ല? വർക്കായിട്ട് മാറില്ല. എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ മാക്സിമം വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? യു മൾട്ടിപ്ലൈ ദ എഫിഷ്യൻസി വിത്ത് ദി ഇൻപുട്ട് വർക്ക്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 90% എഫിഷ്യൻസി ഉള്ളൊരു എഞ്ചിൻ. ഓക്കെ, സോ 90% എന്നുള്ളത് നമ്മൾ സാധാരണ നമ്പേഴ്സിലേക്ക് കേൾക്കുമ്പോൾ 0.9 ആവും. അപ്പോൾ നമ്മൾ പറയാണ് ഞാൻ 10 ജൂൾ ഓഫ് എനർജി കൊടുക്കുന്നു. ഓക്കെ, മൈ ഇൻപുട്ട് ഈസ് 10 ജൂൾസ്. വാട്ട് ഈസ് മൈ വാട്ട് എമൗണ്ട് ഓഫ് വർക്ക് വിൽ ബി അവൈലബിൾ ഫ്രം ദ ഹീറ്റ് എഞ്ചിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.9. എഫിഷ്യൻസി 90% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0.9 ഇൻറ്റു 10, ദാറ്റ് ഈസ് 9 ജൂൾസ് ഓഫ് എനർജിയാണ് നമുക്ക് വർക്കായിട്ട് കിട്ടുക. 1 ജൂൾ ഓഫ് എനർജി നഷ്ടപ്പെടും.
അപ്പോൾ നമ്മൾ വർക്ക് ഡൺ എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് എഫിഷ്യൻസി മൾട്ടിപ്ലൈഡ് ബൈ ദി ഇൻപുട്ട് എനർജി. ഇൻപുട്ട് എനർജിയുടെ എത്ര ഭാഗമാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, എഫിഷ്യൻസി ഈസ് എ നമ്പർ അല്ലേ. 1 - T0 / T1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്യുവർ നമ്പർ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എൻ യൂണിറ്റ്. അപ്പോൾ ആ ഒരു അത്രയും ഭാഗമാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? വർക്കായിട്ട് കിട്ടുക. സോ ദ മാക്സിമം വർക്ക് അവൈലബിൾ ഇൻ ദ എഞ്ചിൻ ഈസ് 1 - T0 / T1 into Q. ഓർക്കുക, ദിസ് ഈസ് എൻ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, ദർ ആർ നോ ലോസസ്. പക്ഷേ ഫോർ എ റിയൽ എഞ്ചിൻ, ആസ് ദ ഹീറ്റ് Q at T1 ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സിലിണ്ടേഴ്സ്, ദർ ബി ലോസസ് ഡ്യൂ ടു കണ്ടക്ഷൻ, റേഡിയേഷൻ എക്സെട്ര. അല്ലേ, അത് നമുക്ക് ആറിലേക്ക് അറിയാവുന്നേ ഉള്ളൂ. ഒരു റിയൽ ഹീറ്റ് എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അവിടെ നഷ്ടങ്ങളുണ്ടാവും. ദർ ബി ലോസസ് ഡ്യൂ ടു കണ്ടക്ഷൻ അല്ലേ. ഹീറ്റ് കണ്ടക്ഷൻ, കുറച്ച് ഹീറ്റ് കണ്ടക്ട് ചെയ്തും കുറച്ച് ഹീറ്റ് തന്നെ റേഡിയേറ്റ് ചെയ്തും. പിന്നെ ഒരു സിലിണ്ടറിൽ നിന്ന് വേറെ സിലിണ്ടറിലേക്ക് വിസ്കോസിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും, അവിടെ വിസ്കസ് ലോസസ് ഉണ്ടാവും. അങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെറ്റ് us say that the temperature T1 decreases to T2. ഓക്കെ, ഡ്യൂ ടു ദ ലോസ്. നമ്മുടെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്തായിട്ട് മാറുകയാണ്? T1 നിന്ന് T2 ആയിട്ട് കുറഞ്ഞു എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ദ വർക്ക് ഡൺ ഓർ ദ വർക്ക് അവൈലബിൾ ഈസ് 1 - T0 / T2. കാരണം എഫിഷ്യൻസി എന്തായിട്ട് മാറും? 1 - T0 / T2 ആയിട്ട് മാറും. കാരണം സോഴ്സിന് ഇപ്പോൾ ടെമ്പറേച്ചർ എത്ര ഇല്ല? T1 ഇല്ല, T2 ഉള്ളൂ. അപ്പോൾ ആ റേഷ്യോ നമ്മൾ എടുക്കേണ്ടി വരും. 1 - T0 / T2 ഇസ് ദി എഫിഷ്യൻസി ഓഫ് ദി റിയൽ കാർനോട്ട് എഞ്ചിൻ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വർക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് എനർജി Q ആയിട്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി വർക്ക് അവൈലബിൾ ഫ്രം ദാറ്റ് റിയൽ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ദിസ് വർക്ക് ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ ദി വർക്ക് അവൈലബിൾ ഫ്രം എ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ. കാരണം T1 ഇസ് ഗ്രേറ്റർ ദാൻ T2 അല്ലേ. അപ്പോൾ T1 ഇസ് ഗ്രേറ്റർ ദാൻ T2 എന്ന് പറയുമ്പോൾ ആ 1 - T0 / T1 വിൽ ബി ലാർജർ ഫോർ ദി ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയൽ കാർനോട്ട് എഞ്ചിന് ഈ W ഡാഷ് എന്നുള്ളത് ഡബ്ല്യുവിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അത് സംശയം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ലിറ്റ് സ്മോൾ കാൽക്കുലേഷൻ വിൽ ഡു. ഓക്കെ, T0 T2 വാല്യൂസ് കൊടുക്കുക. ലെറ്റ് us say T0 ഈസ് let me say it is 200 Kelvin. Okay, and T1 is let us say 400 Kelvin. Okay, T2 എന്നുള്ള 300 Kelvin ആക്കി എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദാറ്റ് റേഷ്യോ വിൽ ബി ലെസർ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എത്ര ഊർജ്ജമാണ് നഷ്ടപ്പെട്ടത് നോക്കി. ദ എമൗണ്ട് ഓഫ് ദ ലോസ് ഓഫ് എനർജി അവൈലബിൾ ആസ് വർക്ക് ഈസ് W - W'. അപ്പോൾ നമുക്ക് ഈ W - W' എന്താ കാണിക്കുന്നത്? ഇറ്റ് ഈസ് എനർജി ദാറ്റ് ഷുഡ് ഹാവ് ബീൻ അവൈലബിൾ ടു അസ് ടു ഡു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടേണ്ടിയിരുന്ന എനർജിയാണ് W - W'. ഇത് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് നഷ്ടമായി. ഓക്കെ, സോ W - W' നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. W നമുക്ക് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ വേണ്ടി 1 - T0 / T1 into Q ഇല്ല. W' നമ്മളിപ്പോൾ തന്നെ മുകളിൽ കണ്ടുപിടിച്ചു. 1 - T0 / T2 into Q. അപ്പോൾ നമ്മൾ W - W' കണ്ടുപിടിക്കാൻ ഇത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു ജസ്റ്റ് സിംപ്ലിഫൈ. നമ്മൾ ബ്രാക്കറ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ Q അകത്തേക്ക് വരും. Qയും ക്യാൻസലായി പോവും. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ കാൽക്കുലേഷൻ. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് Q / T2 minus Q / T1 the whole multiplied by T0. അത് നിസ്സാര കാൽക്കുലേഷൻ ആണ്. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എൻട്രോപ്പി എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. വി ഹാവ് ഡിഫൈൻ എൻട്രോപ്പി ആസ് ഹീറ്റ് എനർജി ഓർ ദ ഹീറ്റ് പെർ യൂണിറ്റ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നോക്കിയിട്ട് Q / T2 minus Q / T1 അല്ലേ. അപ്പോൾ Q / T2 എന്നുള്ളതും Q / T1 എന്നുള്ളതും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും എൻട്രോപ്പിയാണ്. ഓക്കെ, so as Q / T is S, we can say that W - W' is S2 - S1 into T0. What is S2? S2 is the entropy of the sink, and S1 is the entropy of the source. So what is S2 - S1? S2 - S1 definitely is the increase in entropy. എന്തുകൊണ്ടാണ് S2 - S1 ഇൻക്രീസ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് യു സേ ഇറ്റ് എസ് ഡിക്രീസ്? അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. T2 എന്നുള്ളത് ചെറിയ ക്വാണ്ടിറ്റിയാണ് അല്ലേ. അപ്പോൾ Q / T2 Q എന്നുള്ള സെയിം ആണ് താനും. സിൻസ് T2 ഈസ് ലെസ്സർ, 1/T2 വിൽ ബി ലാർജർ. ഓക്കെ, അപ്പോൾ Q / T2 എന്നുള്ള ടേം Q / T1 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ Q / T2 - Q / T1 ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി.
ഇപ്പോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയ സ്ഥിതിക്ക് നമ്മൾ എന്താ പറയുക, ഇറ്റ് ഇസ് ആൻ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി, ഇറ്റ് ഇസ് എ പോസിറ്റീവ് ചേഞ്ച് ഓഫ് എൻട്രോപ്പി. അപ്പോൾ അവിടെ എൻട്രോപ്പിക്ക് എന്താ സംഭവിച്ചത്, കൂടുകയാണ് സംഭവിച്ചത് അല്ലേ. പക്ഷേ അതേസമയം നമ്മൾ Q/T2 - നെഗറ്റീവ് കിട്ടിയെന്ന് എന്ത് പറയും, ഇറ്റ് ഇസ് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ബിക്കോസ് ഇറ്റ്സ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. പക്ഷേ ഇവിടെ നെഗറ്റീവ് അല്ല, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, S2 - S1 വിൽ ഗീവ് യു ദി ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ബിക്കോസ് ദാറ്റ് ചേഞ്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ W - W dash is equal to increase in entropy, that is S2 - S1 into T0. Okay. So I can say that the loss of energy available is increase in entropy into T0. അപ്പോൾ നമുക്ക് ഈ W - W dash എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഊർജ്ജം, നഷ്ടപ്പെട്ട ഊർജ്ജം അല്ലേ, നമുക്ക് അവൈലബിൾ ആവേണ്ട ഊർജ്ജമാണ് W - W dash. പക്ഷേ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ദാറ്റ് ഈസ് ഇൻക്രീസ് എൻട്രോപ്പി ഇൻ ടു T0. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ലോസ് ഓഫ് എനർജി അവൈലബിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. നമ്മുടെ എൻട്രോപ്പി എത്രയും കൂടുന്നോ നമുക്ക് ലഭ്യമായ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഐ ക്യാൻ സേ ദാറ്റ് as the entropy of a system increases, the energy available as work will decrease. That is, energy becomes increasingly unavailable. നമുക്ക് കിട്ടേണ്ട ഊർജ്ജം വർക്കായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുന്ന ഊർജ്ജം എൻട്രോപ്പി കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയും ചെയ്തു, ഫോർ എവരി നാച്ചുറൽ പ്രോസസ് ദി എൻട്രോപ്പി ചേഞ്ച് ഇസ് പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഈ എൻട്രോപ്പി കൂടുമ്പോൾ നമുക്ക് അവൈലബിൾ എനർജി എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് കുറഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്യുക. ഓക്കെ, so as the entropy of a system increases, the energy available to do work will decrease. Okay, ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടി കാണാണ്ട്, ഇറ്റ് ഈസ് അബൌട്ട് ദി എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ. ഓക്കെ, അത് നമ്മളെന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ.